പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM BJP അന്തർധാരയുണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും. അത് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണ് വണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ. ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഇത് നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് CPIM. അതില് RSSന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാക്കളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാൻ കഴിയും. എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു ഉദ്ദേശം? അതൊന്നും പറയേണ്ട നേരമല്ലല്ലോ ഇപ്പൊ. അതുകൊണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. ആ പാർട്ടിയെ ഇങ്ങനെ അന്തർധാരക്ക് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചെലവാകില്ല. അത് അവരുടെ രീതിയാണ്. അവരാണ് അന്തർധാരക്ക് തയ്യാറാകുന്നത്. അവരുടെ ആസാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ. ഒരു പറ്റം കോൺഗ്രസ് നേതാക്കള് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി NDAയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്ന് വരെ പറഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ.